ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ രണ്ടുപേരും നല്ല കളിയിലാണ്. അപ്പോൾ ഡയപ്പറിൻ്റെ പുതിയ പാക്ക് വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും ഓരോ പാക്ക് കിട്ടിയിട്ടുണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ ഇതാണിങ്ങനെ ഡയപ്പറിൻ്റെ പാക്കിൻ്റെ മേലെ കയറി നിന്ന് കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ കളി കേട്ടോ. ഇന്ന് വിഷുവായിട്ട് നമുക്ക് വിഷുക്കട്ട കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളുടെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ ചേച്ചി തന്നതാട്ടോ. ഇത് നമ്മുടെ ബാക്കിലെ വീട്ടിലെ ചേച്ചി ചേച്ചി കൊണ്ടു തന്നതാണ്. ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ഡക്ക് റോസ്റ്റ് ഉണ്ട്, പിന്നെ ഗീ റൈസ് ഉണ്ട്, കച്ചമ്പറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നത് ദിജിലി ചേച്ചിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു പീസ് വിഷുക്കട്ട എടുത്തിട്ട് കുറച്ച് ബീഫും കൂടി എടുത്തിട്ട് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല വിഷുക്കട്ട ബീഫൊക്കെ കൂട്ടി കഴിക്കുമെന്നൊന്നും, പക്ഷേ എനിക്കിങ്ങനെ കഴിക്കാൻ തോന്നി. ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചോറും കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴുണ്ട് നല്ല മഴക്കാറുണ്ട്. മഴക്കാർ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വണ്ടി എടുത്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കറങ്ങാൻ പോയി. അപ്പോഴാണ് ഉണ്ണികൾക്ക് ഉള്ള പഴമൊക്കെ വാങ്ങണമെന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ കടയിൽ കയറിയിട്ട് പഴം വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ടർ സ്കോച്ച് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അല്ലാത്ത ഐസ്ക്രീമൊന്നും ഞാൻ കഴിക്കാറില്ല. അങ്ങനെ തിരിച്ച് മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല കാറ്റൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാനേയും എമ്മിലുകുട്ടനെയും ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ, മഴ കാണാൻ വേണ്ടിയിട്ട്. ഇതാൻക്കാണെങ്കിലും മഴയത്തിറങ്ങാൻ കൊതിയായിട്ട് പാടില്ല. അവനക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനിങ്ങനെ മഴ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം മഴയത്ത് കൊണ്ടുപോയപ്പോൾ ഇതാർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എമിലുനാണെങ്കിൽ നല്ല പേടിയായിട്ടുണ്ട്. അങ്ങനെ മഴ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ ആയിട്ട് നമ്മുടെ ജിജിലി ചേച്ചിയുടെ മോൾ വന്നത്. വിഷുവിന് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് കേട്ടോ. പെരുന്നാളിനൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിലും ഈ പെരുന്നാൾ നമുക്ക് വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഉണ്ണികളും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കത്തിക്കുന്നതൊക്കെ കാണും. അപ്പോൾ നമ്മൾ മിന്നൂസിനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മിന്നൂസും കൂടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എബിലിക്കുട്ടൻ്റെ കയ്യിൽ ഒരു കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അവനിതൊക്കെ ഭയങ്കര പേടിയാണ്. ആൾ പേടിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതാൻക്കാണെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ആൾ. അവന് തീരെ പേടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ടാറ്റാ.